ഹലോ, ഞാൻ അഞ്ജു പ്രശാന്ത് ഫ്രം രാമനാട്ടുകര. ഞാനിന്ന് ആർസിഎമ്മിലെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ന്യൂട്രിചാർജ് വുമൺ. നമുക്കിതിൽ 2 സ്ട്രിപ്പാണ് കേട്ടോ ഉണ്ടാവുക. ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള ടാബ്ലറ്റ് നമുക്കിതിലുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് കേൾക്കണ്ടേ? ഇത് ഇന്ന് ഒട്ടനവധി സ്ത്രീകൾക്ക് റിസൾട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഉൽപ്പന്നമാണ്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ് കേട്ടോ. ഈ ഒരു ചിഹ്നം കണ്ടില്ലേ? 1000ഓളം ആളുകളിൽ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റിനാണ് ക്ലിനിക്കലി പ്രൂവൺ കൊടുക്കുന്നത്. 500 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത്. ഇനി എന്താണിതെന്നല്ലേ? ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം വേണ്ട 50 ന്യൂട്രീഷ്യനുകളാണ് നമുക്കിതിൽ അടങ്ങിയിട്ടുള്ളത്. 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 13 ഫ്രൂട്ട്സിൻ്റെ സത്ത്, 6 ബൊട്ടാണിക്കൽസ്, 5 അമിനോ ആസിഡുകൾ. ഇത്രയൊരു വണ്ടർഫുൾ റിസൾട്ട് തരുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് ആർസിഎമ്മിലല്ലാതെ മറ്റെവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് റിസൾട്ട് തന്ന നല്ലൊരു ഉൽപ്പന്നമാണിത്. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇത് എനിക്ക് മാത്രമല്ല, ഇത് അനേക സ്ത്രീകളിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട്, അവരിലേക്ക് അറിയേണ്ടതുണ്ട്. കാരണം എന്നെപ്പോലെ തന്നെ പല സ്ത്രീകളും ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകളിലെയും ഒരു പ്രധാന വിഷയമാണ് HBയുടെ അളവ് വളരെ കുറവ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 12 മുതൽ 15 മില്ലിഗ്രാം വരെയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വേണ്ടത്. പക്ഷേ അധികം പേരിലും ഇന്ന് 10ൽ താഴെ മാത്രമാണ്. അങ്ങനെ വെറും 9 മില്ലിഗ്രാം HB മാത്രമുള്ള ഒരാളായിരുന്നു ഞാൻ. ഇന്ന് എനിക്കിതിൻ്റെ സ്ഥിരമായ ഉപയോഗത്തുകൂടെ ഇന്നത് 12ൻ്റെ അടുത്ത് എനിക്ക് എത്തി തുടങ്ങി. HB കുറഞ്ഞാലുള്ള അവസ്ഥ എന്താ? എപ്പോഴും ക്ഷീണമായിരിക്കും, വയ്യാത്തൊരവസ്ഥ, ഒന്നിനോട് ഉഷാറുണ്ടാവില്ല, എല്ലാത്തിനോടും ഒരു മടുപ്പ്, ഒരു ഭയങ്കര എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. എപ്പോഴും ക്ഷീണം തോന്നുക, എപ്പോഴും കിടക്കാൻ തോന്നുക, കിടന്നുറങ്ങിയിട്ട് ക്ഷീണം മാറാത്തൊക്കെ ഒരവസ്ഥ അല്ലേ? അതുപോലെ തന്നെ പീരീഡ്സ് സമയത്തുള്ള ഓവർ ബ്ലീഡിങ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കൂടുതൽ ബ്ലഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നതെന്നാണ്. പക്ഷേ ബ്ലഡ് കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കുറേ കാലങ്ങളെടുത്തു. അതുപോലെ പീരീഡ്സ് സമയത്തുണ്ടാകുന്ന വേദനകൾ അല്ലേ? യൂട്രസൊക്കെ ഇങ്ങോട്ട് പിച്ചി പറിക്കുന്ന ഒരു തരം വേദന ഉണ്ടല്ലോ വരാൻ, അതിവേദന, ഛർദ്ദിക്കാൻ മറിക്കുക, മൂഡ് സ്വിങ്സുകൾ, ഒരാളോട് വീട്ടിലുള്ളവരൊക്കെ വെറുതെ ദേഷ്യം തോന്നുക ഒരു കാരണമില്ലാതെ. ഇത്തരം അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം എനിക്കതിനൊക്കെ ഏറെ മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഊരവേദന, ജോയിൻറ്റുകളിൽ വേദന, പല്ലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോവുക, നഖങ്ങൾക്കൊന്നും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ, കാൽസ്യക്കുറവാണ്, വേറൊന്നുമല്ല. ഇതിൽ നമുക്ക് ഒരു ദിവസം നല്ല ശുദ്ധമായ പശുവിൻ പാൽ കുടിച്ചാൽ കിട്ടാവുന്ന 200 മില്ലിഗ്രാം കാൽസ്യം നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കുട്ടികൾ നേരത്തെ പീരീഡ്സ് ആവുന്നു അല്ലേ? ആദ്യകാലങ്ങളിലൊക്കെ 14, 16 വയസ്സുകളിലായിരുന്നെങ്കിൽ ഇന്ന് 8, 9, 10 വയസ്സുകളിലാണ് നമ്മുടെ പെൺമക്കൾ ഇന്ന് പീരീഡ്സ് ആവുന്നത്. നേരത്തെ പീരീഡ്സ് ആവുന്നതൊക്കെ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ന്യൂട്രീഷൻ്റെയും പോഷകങ്ങളുടെ അളവില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ശരിക്കും ഒരു ലേഡിയുടെ ശരീരത്തിൽ ഒരു ദിവസം 21 മില്ലിഗ്രാം അയൺ എത്തണം. നമുക്കറിയാം, നമ്മൾ പീരീഡ്സ് സമയത്ത് 80 മുതൽ 180 മില്ലിഗ്രാം ബ്ലഡ് വരെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്നത്. ഇത് തിരിച്ച് ഉൽപ്പാദിക്കപ്പെടുന്നില്ല. ഒരു ദിവസം 5 മില്ലിഗ്രാം അയൺ പോലും സ്ത്രീകളുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. ഇത് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചൊരു തരത്തിലുള്ള ഒരു സ്ത്രീക്ക് വേണ്ട എത്രത്തോളം പോഷകങ്ങൾ വേണമോ എന്നതിൻ പ്രകാരമുള്ള ടാബ്ലറ്റാണ് നമുക്കിത്. അതുപോലെ ഒന്നാണ് പ്രഗ്നൻസി ടൈമിലെ വിഷയങ്ങൾ. ഇന്ന് പ്രഗ്നൻ്റ് ആവാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയാലും ഈ നേരത്തെ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കുക, കുട്ടികൾക്ക് വളർച്ചയില്ലാത്ത അവസ്ഥ, തൂക്കമില്ലാത്ത അവസ്ഥ, ചിലയിടത്ത് എന്താ പറയുക, കുട്ടികൾ ജനിക്കുമ്പം തന്നെ മരിച്ചു പോകുന്ന അവസ്ഥ, അടിക്കടി ഉണ്ടാകുന്ന അബോർഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത്ര വൈറ്റമിൻസും കാര്യങ്ങളൊന്നും പോഷകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്നത്തെ ഈ തിരക്കേറിയ ഒരു സാഹചര്യത്തിൽ ശരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തിനെ പറ്റിയോ ആരോഗ്യത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് പോലും നമുക്കറിയുന്നില്ല. ആ വിശപ്പടക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നു അല്ലേ? ഇന്ന് എത്ര വീടുകളിലാണ് ന്യൂട്രീഷനും പ്രോട്ടീനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ വിളമ്പുന്നത്? വളരെ കുറവാണ്. അതുപോലെ സ്കിന്നിലെ പ്രശ്നങ്ങൾ, ഈ എന്താ പറയുക, കരിമംഗലം പൊന്തുക, ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരുകൾ, ചുളിവ് വരിക, ഒരു ഡൾനെസ് വരിക. സത്യം പറയല്ല, എൻ്റെ സ്കിന്നൊക്കെ ഒരുപാട് എനിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിലും ഡള്ളായിരുന്നു എൻ്റെ സ്കിന്നൊക്കെ. അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലോ, എന്താ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഞാനിങ്ങനെ ഒരു സപ്ലിമെൻ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, എല്ലാവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ.
അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ന്യൂട്രീഷനും പോഷകങ്ങളും ഒക്കെ എത്തുമ്പോൾ തന്നെ ഇതിനൊക്കെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. എൻ്റെ പീരീഡ്സ് കറക്റ്റ് ആയിരുന്നില്ല. ശരിക്കും 28 മുതൽ 30 ദിവസം കൂടുമ്പോൾ പീരീഡ് ആവണമെന്നാണ് കണക്കുകൾ. പക്ഷേ പലപ്പോഴും സമയം തെറ്റിയിട്ടാണ് പീരീഡ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ക്ലിയർ ആയത് ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ മാത്രമാണ്. പീരീഡ്സ് തുടങ്ങിയ ഒരു കുട്ടിക്ക് മുതൽ നമുക്കിത് കൊടുക്കാം. പക്ഷേ നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് മാത്രം. 3 ലിറ്ററോളം വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തും എത്തിക്കണമെങ്കിലും അതിൻ്റെ ന്യൂട്രീഷൻ നമുക്ക് ശരീരത്തിലേക്ക് വഹിച്ചെടുക്കണമെങ്കിലും വെള്ളം അത്യാവശ്യമാണ്. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ മടിയുള്ളവർ ദയവ് ചെയ്ത് ഇത് കഴിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക. 500 രൂപയിൽ താഴെ മാത്രമാണ് നമുക്കിതിൻ്റെ വില വരുന്നത്. വീടിൻ്റെ വിളക്കുകൾ ആരാണ്? സ്ത്രീകളാണ് അല്ലേ? ആ വിളക്കുകൾ ഇന്ന് പൂർണ്ണമായിട്ടും കത്തിജ്വലിച്ച് നിൽക്കുകയാണോ? അല്ല, മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുക. വീടിൻ്റെ വിളക്കുകളായ നമ്മൾ എന്നും വിളക്കുകളായി തന്നെ തിളങ്ങി നിൽക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, ഊർജ്ജസ്വലരായി ഇരിക്കട്ടെ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.